AI ബബിളിനുള്ള ഫിയർ ഇപ്പോൾ വളരെയധികം കൂടി വരാണ്. പല ഇൻഫ്ലുവൻസും അവരുടെ ചാനലിൽ AI ബബിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം. ശരിക്കും ഈ AI ബബിൾ എന്താണ് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം AI മേഖലയിൽ ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടി വരുന്നുണ്ട്. AI ബബിൾ എന്നൊരു ഫിയർ ഉണ്ടാവാൻ ഇതൊരു മെയിൻ റീസൺ ആണ്. മറ്റൊരു കാര്യം, OpenAI പോലുള്ള പേരുകേട്ട കമ്പനീസ് ഇപ്പോഴും ലോസ് മേക്കിംഗ് ആണ്. ഇതിന് പ്രധാന കാരണം ഓരോ $1 റവന്യൂ ഇവർക്ക് ലഭിക്കുമ്പോഴും $3 കോസ്റ്റ് ഇവർ ഇൻകർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ ഇമേജ് കാണുന്നുണ്ടോ? ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കൂ. NVIDIA കമ്പനി തങ്ങളുടെ ചിപ്സസ് AI കമ്പനീസിന് വിൽക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം OpenAI, Oracle പോലുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല ഇതേ കമ്പനീസ് തന്നെ പരസ്പരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. ഇത്തരത്തിലൊരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു ബബിൾ ഇവിടെ രൂപപ്പെടുന്നതായിട്ട് കാണാം നമുക്ക്. US മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് ഇവയിൽ ഒരു മേജർ കമ്പനി തകർന്നാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുമെന്നാണ്. അങ്ങനെ ഒരു ക്രാഷ് സംഭവിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയില്ല. AI എന്ന് പറയുന്ന മേഖല ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പനീസ് അവരുടെ കോസ്റ്റ് കുറയ്ക്കാനും റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. തുടങ്ങാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. അതെന്താ? അതിപ്പോൾ ഞാൻ പറയില്ല, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോഴേക്കും നീ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയിട്ട് വാ.